ചെറുപ്പം മുതൽ ഇടത് കൈ ആണ് എനിക്ക് വശം. എഴുതുന്നതും ഭക്ഷണം കഴിക്കുന്നതും എല്ലാം ഇടത് കൈ കൊണ്ടായിരുന്നു. 7 വയസ്സായപ്പോൾ ഞാൻ തന്നെ ഭക്ഷണം കഴിക്കുന്നത് വലത് കൈ കൊണ്ട് തന്നെ ശീലിപ്പിച്ചു. ഇപ്പോൾ 32 വയസ്സായി. പക്ഷേ ഇപ്പോഴും എഴുത്തും വെള്ളം കുടിക്കുന്നതും ഒന്നും പലതവണ ശ്രമിച്ചിട്ടും വലത് കൈ കൊണ്ടാക്കാൻ കഴിയുന്നില്ല. ഗ്ലാസ് ബലത്തോടെ പിടിക്കാൻ വലത് കൈ കൊണ്ട്, പിന്നെ സ്പൂൺ ഉപയോഗിച്ച് കഴിക്കുന്ന ഭക്ഷണം വലത് കൈ കൊണ്ട് കഴിക്കാൻ കഴിയുന്നില്ല. ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വലതിനെ മുന്തിക്കാത്തതിൽ എനിക്ക് ശിക്ഷയുണ്ടാകുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്നാണ് ശ്രോതാവ് ചോദിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭക്ഷണം കഴിക്കേണ്ടതും കുടിക്കേണ്ടതും ഒക്കെ വലത്തെ കൈകൊണ്ടാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ വലത്ത് കൈകൊണ്ട് തിന്നുകയും വലത്തെ കൈകൊണ്ട് കുടിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ പിശാച്ച് ഷൈത്താൻ യഅ്കുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി, ഷൈത്താനാണ്, പിശാച്ചാണ് വലത്തെ കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ വലത് കൈകൊണ്ട് തിന്നുക കുടിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാനും പാടില്ല. എന്നാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ പിന്നെ വലത്തെ കൈകൊണ്ട് അയാൾക്ക് കഴിക്കാൻ കഴിയും, അതിനുള്ള സാഹചര്യങ്ങളുണ്ട്, എല്ലാ മാർഗങ്ങളും ഉണ്ടായിട്ടും അയാളത് ചെയ്യാതിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ശിക്ഷയും കാര്യങ്ങളൊക്കെ അയാൾക്ക് ബാധകമായി മാറാം. ഇപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈ കൊണ്ട് ഭക്ഷണം തിന്നുകൊണ്ടിരുന്ന ഒരാളോട് വലത് കൈ കൊണ്ട് തിന്നൂടെ എന്ന് പറഞ്ഞപ്പോൾ ലാ അസ്തത്തി, എനിക്കതിന് പറ്റൂല എന്ന് അയാൾ പറഞ്ഞ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിനക്കതിന് പറ്റാതിരിക്കട്ടെ എന്ന് പറയുകയും പിന്നീട് ഒരിക്കലും അയാളുടെ കൈ വായ്ക്ക് നേരെ ഉയർത്താൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു അഹങ്കാരത്തോടു കൂടി തക്കബ്ബുറായിക്കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ള രൂപത്തിൽ അയാൾ ചെയ്തത് കൊണ്ടാണ് ആ ഒരു അവസ്ഥ അയാൾക്ക് ഉണ്ടായത് എന്നാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിവിൻ്റെ പരമാവധി വത്തഖുല്ലാഹ മസ്തതഅതു എന്നാണല്ലോ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അമർതക്കും ബിശൈഇൻ ഫഅതു മിൻഹു മസ്തതഅതു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ കഴിവിൻ്റെ പരമാവധി അത് സൂക്ഷ്മത പുലർത്തി ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. ഈ സഹോദരനെ സംബന്ധിച്ചിടത്തോളം അയാൾ വലത്തെ കൈകൊണ്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്, അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്, കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തുന്നുമുണ്ട്. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് അത് കഴിയുന്നില്ല. കാരണം ശീലിച്ചു വന്നൊരു രീതി എന്നുള്ള നിലയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും അതിന് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അയാൾക്ക് വേറൊരു മാർഗം അവിടെ കാണുന്നില്ല. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്നാണ്. ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്തത് അയാളുടെ മേൽ അള്ളാഹു അടിച്ചേൽപ്പിക്കുകയില്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ആ കാര്യത്തിൽ സൂക്ഷ്മത പുലർത്താൻ ശ്രമിക്കുക. ഇനി കഴിയുന്നില്ല, ഒരു നിലക്കും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്, കാരുണ്യവാനാണ്. പക്ഷേ ഈ മനുഷ്യൻ്റെ ആ മനസ്സിലേക്കാണ് അള്ളാഹു നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതാണ് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുക. അയാൾ അഹങ്കാരത്തോടു കൂടിയോ മനഃപൂർവ്വമോ ഒന്നുമല്ല അത് ചെയ്യുന്നത്. ഇയാൾക്ക് ഇത് കിട്ടണമെന്ന ആഗ്രഹമുണ്ട്, കഴിയുന്നുണ്ട്, പക്ഷേ ശ്രമിച്ചിട്ടും സാധിക്കാതെ പോകുമ്പോൾ പിന്നെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക എന്നത് മാത്രമാണ് അവിടെ അയാളുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ. അതുകൊണ്ട് ആ ഒരു സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നത് മാത്രമാണ് അവിടെ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് ദീനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു തആല